കൊടിസുനിക്ക് പരോൾ നൽകിയതിൽ നിലപാട് വ്യക്തമാക്കി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരോൾ തടവുകാരന്റെ അവകാശമാണ്. ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ല. അത് സർക്കാരിനും ജയിൽ വകുപ്പിനും തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. പക്ഷേ ഈ കൊടിസുനിക്ക് പരോൾ ലഭിക്കുമ്പോൾ രാഷ്ട്രീയമായി വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടിയും വന്നത്. ആദ്യം അതൊന്ന് കേൾക്കാം. കൊടിസുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. പരോളെല്ലാം തടവുകാരൻ്റെ അവകാശമാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഫലത്തിൽ പാർട്ടി ഇത്തരം ഒരു കാര്യങ്ങളിലും സർക്കാരിന്റെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. സർക്കാരിന്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുസരിച്ച് ഓരോ വകുപ്പുകളും അനുസരിച്ച് പോകുന്നു എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഒരു കൊലക്കേസ് പ്രതിയുടെ വീട്ടിലേക്ക് നേതാക്കളുടെ വലിയ നിരയാണ് കഴിഞ്ഞ ദിവസം പാലുകാച്ചൽ ചടങ്ങിന് എത്തിയത്. അതുപോലെ തന്നെ ഈ പരോൾ വാർത്ത വരുന്നു. അതിനുശേഷം ഇന്നലെ P ജയരാജൻ, CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ അതിനെതിരെ വന്ന വിമർശനങ്ങളെല്ലാം ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതെന്തിനാണ് ഈ കൊടിസുനിയെ പോലെ ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത, പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയുടെ കാര്യത്തിൽ, ഒരു കൊലക്കേസ് പ്രതിയുടെ കാര്യത്തിൽ, മൂന്നാം പ്രതി അല്ലേ, അപ്പോൾ ആ മൂന്നാം പ്രതിയായിട്ടുള്ള കൊടിസുനിയുടെ കാര്യത്തിൽ P ജയരാജൻ എന്തിനാണ് ന്യായീകരിച്ച് പോസ്റ്റ് ഇടുന്നതെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും ഒരു പൊതുധാരണ ഉണ്ടല്ലോ.